ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? ശിഷ്യന്മാര് ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു സംശയം ഇന്ന് ശിഷ്യന്മാര് ഈശോയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തില് നമ്മളും ചിന്തിച്ചിട്ടുണ്ടല്ലേ, എന്തുകൊണ്ടാണ് എന്റെ ദൈവമേ എന്റെ ജീവിതത്തില് ഇത്രയേറെ സഹനങ്ങൾ ഉണ്ടാകുന്നത്? ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളും ചിന്തിച്ചു പോകുന്നുണ്ട്, എന്തുകൊണ്ട് ഇത്രയേറെ പ്രശ്നങ്ങള് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു? ഞാൻ എന്താ പാപം ചെയ്തത്? സ്നേഹമുള്ളവരെ, നമ്മളൊന്ന് തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമുണ്ട്. പാപത്തിന്റെ പരിണിത ഫലമല്ല രോഗം എന്നുള്ളത്. രോഗം എന്ന് പറയുന്നത് എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ നൽകുന്നത് എന്തിനു വേണ്ടിയാ? അവന്റെ ശക്തി പ്രകടമാകുന്നതിന് വേണ്ടിയാ. കൃത്യമായിട്ട് ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലേ, ഇത് പാപത്തിന്റെ ഫലമല്ല, മറിച്ച് ദൈവത്തിന്റെ അത്ഭുതം, ദൈവത്തിന്റെ ശക്തി അവനിൽ പ്രകടമാകുന്നതിന് വേണ്ടി ദൈവം കൊടുത്തതാണ് ഈ സഹനം, ഈ രോഗം, ഈ പ്രയാസം എന്ന് കൃത്യമായിട്ട് ഈശോ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു സഹനം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് നിരാശപ്പെട്ടു പോകാറുണ്ട് അല്ലെ, തമ്പുരാനെ കുറ്റം പറയാറുണ്ട്. എന്റെ ദൈവം എവിടെ പോയി? ഈ വേദനകളില്, ഈ സഹനങ്ങളില് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചോ എന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലേ? സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് ഈശോ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്, മോനെ നീ മനസ്സിലാക്കേ, നിന്റെ ജീവിതത്തിലെ ഓരോ വേദനയും ഓരോ സഹനവും നിന്റെ ദൈവം നിനക്ക് നൽകുമ്പോൾ അത് നിന്നെ ഉപേക്ഷിച്ചതിന്റെ അടയാളമല്ല, നിന്റെ പാപത്തിന്റെ പരിണിത ഫലമല്ല, മറിച്ച് നിന്റെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് നിന്റെ ജീവിതത്തില് അത്ഭുതം പ്രവർത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു അവസരമാണ് നിന്റെ ജീവിതത്തിലെ ഓരോ സഹനങ്ങളും ഓരോ രോഗങ്ങളും എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തില് സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ തമ്പുരാനിൽ ആശ്രയിക്കുവാനായിട്ട്, അത് ദൈവം ഉപേക്ഷിച്ചതിന്റെ അടയാളമായി കാണാതെ എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ കരുതുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സഹനങ്ങളെ സ്വീകരിക്കാനായിട്ട്, സഹനങ്ങളിൽ വീണു പോകാതെ തമ്പുരാനിൽ ആശ്രയിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വിശ്വസ്തയോടുകൂടി അവനോട് ചേർന്നിരുന്ന് ഈ സഹനങ്ങളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം, പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.